നമസ്കാരം കൂട്ടുകാരെ, എന്റെ പേര് ദിലീപ്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ യൂട്യൂബിന്റെ പേര് വയനാട് സഫാരി എന്ന് ഇടാനും കാരണം കേട്ടോ. അപ്പൊ ഞാനിപ്പോ ഉള്ളത് മാൽദീവ്സ് എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു രാജ്യത്താണ്. അപ്പോ ഏകദേശം 10 വർഷത്തോളം പ്രവാസ ജീവിതം വഹിക്കുന്ന ഒരു വ്യക്തിയും കൂടെ കേട്ടോ ഞാൻ. അപ്പൊ ഇപ്പൊ നിലവിൽ ഞാൻ മാൽദീവ്സിലാണ് ഉള്ളത്. അപ്പൊ ഇവിടുത്തെ കുറച്ച് വീഡിയോയും കാര്യങ്ങളും ലൈഫ് സ്റ്റൈലും അതിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഫസ്റ്റ് വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ മാൽദീവ്സിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺസെറ്റ് തിരിച്ചു വരാം കേട്ടോ. അപ്പം നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങുവാണ്. ഇന്ന് ബീച്ച് ക്ലീനും ക്ലിയറും ഒക്കെയാണ്. ബട്ട് ഇന്ന് ഇച്ചിരി കുറച്ച് ക്ലൗഡി ഉണ്ട്. അപ്പം സൺസെറ്റ് എത്രത്തോളം മനോഹരമാവുമെന്ന് നമുക്കറിയില്ല. ബട്ട് നല്ലൊരു ഈവനിങ് ആണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണി കഴിഞ്ഞു, 6:10. നല്ലൊരു വൈബാണ് ഉള്ളത്. ബീച്ചിലൊന്നും അധികം ആൾക്കാരില്ല ഇന്ന്, കാരണം പിന്നെ ഒരു ചെറിയ ക്ലൗഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ല രസമായിരിക്കും കേട്ടോ. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേനും ബീച്ചിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു റെഡ് പിങ്ക് കളർന്ന ഒരു കളറായിരിക്കും നമുക്ക് കിട്ടുക. പക്ഷേ ഇന്ന് കുറച്ച് ക്ലൗഡ് കൂടുതലുള്ളത് കൊണ്ട് പിന്നെ ഇങ്ങനെ ഒരു വ്യൂ ആണ് വരുന്നത്. പക്ഷെ എന്നാലും നല്ലൊരു മനോഹരമായൊരു ഈവനിങ് ആണ് കാണുന്നത്. സൂര്യൻ താഴാനായിട്ടുണ്ട്. കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടുള്ള രീതിയിൽ അതിൻ്റെ അടുത്തേക്ക് പോവാം. പിന്നെ ഇതാണ്, ഇങ്ങനെയായിരിക്കും മാലദ്വീപിൽ എവിടെ വന്നാലും. മാലദ്വീപ് എന്ന് പറയുന്ന രാജ്യത്ത് എവിടെ വന്ന് സൺസെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു വ്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. പിന്നെ കടലിൻ്റെ ഒക്കെ നിറം കണ്ടില്ലേ. ഇതിപ്പോൾ ഇച്ചിരി 6 മണി ആയതുകൊണ്ട് കേട്ടോ ഈ ഒരു ഇത്ര ക്ലിയർ തോന്നിക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത വീഡിയോ നമ്മളെന്തായാലും ഒരു ഡൈവിങ് അല്ലെങ്കിൽ ഒരു പിന്നെ സ്നോക്ലിങ് വീഡിയോ ആണ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് എൻ്റെ വെള്ളത്തിൻ്റെ ഒരു ക്ലിയറൻസ് ഞാൻ കാട്ടിത്തരാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ഇതിപ്പോൾ ഒരു മെയിൻ ഏരിയ ആണ്, ഫ്രണ്ട് വ്യൂ ആണ്, അതായത് നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. ഇതാണ് എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. പിന്നെ ഇത് ഇപ്പോൾ ഗസ്റ്റൊക്കെ വന്നിട്ട് ഇരിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നത്, ചെയറും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അങ്ങ് ദൂരെ കാണുന്ന അതാണ് വാട്ടർ ബംഗ്ലാവ് എന്ന് പറയുന്നത്. നമ്മൾ പല വീഡിയോകളിലും കാണുന്നുണ്ട്. ഓവർ വാട്ടറും ഇല്ല, അതായത് വെള്ളത്തിൻ്റെ നടുക്കുള്ള ബംഗ്ലാവ് ആണ് ഇതിന് പറയുന്നത്. ഭയങ്കര എക്സ്പെൻസാണ് ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നതിന്. ഏകദേശം ഒരു $1,500, അതായത് നമ്മുടെ 1.5 ലക്ഷം രൂപേൻ്റെ മേലെ വില വരും ഒരു ദിവസത്തേക്ക് സ്റ്റേ ചെയ്യണം കേട്ടോ ഈ ഒരു വില്ലകളിലൊക്കെ. എന്നാലും നല്ല മനോഹരമാണ്. ആ വില്ലയിൽ ഒരു ദിവസം നിന്നിട്ട് ഈ സൺസെറ്റൊക്കെ എൻജോയ് ചെയ്തിട്ട് ഡ്രിങ്ക്സൊക്കെ കഴിച്ച് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റില്ല. നമ്മൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്താലാണ് ഇതൊക്കെ അറിയുള്ളൂ. കാരണം ഇത് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ബട്ട് ഈ ഒരു വില്ലയിൽ ഒരു ഇമാജിൻ ചെയ്ത് നോക്ക്, ഈ വെള്ളത്തിൻ്റെ അടിയിൽ ഇതിപ്പോൾ ലോ ടൈഡാണ്, വെള്ളം കുറവാണ് കേട്ടോ. വെള്ളം കൂടുതലാകുമ്പോൾ ഇച്ചിരി കൂടെ കൂടുതൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളം ഒക്കെ നിറഞ്ഞ് നിന്നിട്ട് ഈ ഒരു വില്ലയിൽ നമ്മളൊരു ദിവസം താമസിച്ച് ഈ ബാറിൽ നിന്നൊക്കെ ഒരു ഡ്രിങ്കൊക്കെ കുടിച്ചുകൂടി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസാണ്. അത് ജീവിതത്തിൽ വന്ന് അനുഭവിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും എൻജോയ് ചെയ്തിരിക്കണം. എന്തായാലും നമുക്ക് ലാസ്റ്റ് മൂമെൻറ്റ് നോക്കാം. ലാസ്റ്റ് സൂര്യൻ താഴിലേക്ക് ഒരു പക്ഷി വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. നമ്മുടെ ഇവിടുത്തെ ഒരു ബേഡാണ്, മറ്റേ കുക്കിനെ പോലെയുള്ള ഇച്ചിരി കൂടെ വലുപ്പമുള്ള പുള്ളിക്കാരൻ അവിടെ നിന്ന് സൺസെറ്റ് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ലാസ്റ്റ് മൂമെൻറ്റിലേക്ക് നോക്കാം. അതായത് സൺസെറ്റ് കടലിൻ്റെ അടിയിലേക്ക് താന്നു പോകുന്ന ഒരു 10 സെക്കൻഡുള്ള ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അത് കിട്ടാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ചില സമയത്ത് കിട്ടാൻ ചാൻസ് കുറവാണ്. ക്ലൗഡ് ഉള്ള ദിവസമൊന്നും കിട്ടത്തില്ല. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം. പിന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് വേൾഡിൽ കാണാൻ പറ്റുന്നത് ആസ്ട്രേലിയയിലാട്ടോ. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ്. സണ്ണിപ്പോൾ അടിയിലേക്ക് പോവുകയാണ്. ഈ ഒരു 10 സെക്കൻഡാണ് ഏറ്റവും ഡിഫിക്കൽട്ട്. ഇന്നിപ്പം ക്ലൗഡ് ഇപ്പോൾ മാറിയിട്ടുണ്ട്, അത് കാരണം നമുക്ക് ഇച്ചിരി ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. എന്നാലും അത്ര ക്ലിയർ അല്ല, എന്നാലും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നോർമൽ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ എന്ന് പറയാം. എന്നാലും അത്ര ഒരു ക്ലിയർ അല്ല, കാരണം കുറച്ച് അല്ലെങ്കിൽ ആ ആകാശം മൊത്തം നീല കളറിലിങ്ങനെ കാണും കേട്ടോ. അപ്പോൾ വയനാടൻ സഫാരീൻ്റെ സൺസെറ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് 2 ദിവസം കഴിയുമ്പോൾ കാണാം. ഓക്കെ, ബൈ.